മലയാള സിനിമാ പ്രേക്ഷകരുടെ നെഞ്ചിടിപ്പ് കൂട്ടിയ യമണ്ടൻ സിനിമ. മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും വയലന്റായ ചിത്രം അതാണ് മാർക്കോ. ഉണ്ണി മുകുന്ദന്റെ മരണമാസ പ്രകടനവും ജഗദീഷിന്റെ തിളക്കമാർന്ന പ്രകടനവും കൊണ്ട് മലയാള സിനിമാ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ചിത്രമായി മാർക്കോ മാറിയിരിക്കുകയാണ്. മലയാള സിനിമയ്ക്ക് പരിചിതമല്ലാത്ത രീതിയിലുള്ള വയലൻസിന്റെയും സംഘട്ടനങ്ങളുടെയും ചോരപ്പുഴകളുടെയും പ്രവാഹമാണ് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുക. മലയാളത്തിൽ ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വയലന്റ് ആയിട്ടുള്ള ചിത്രമാണിതെന്ന് പറയാം. ഉണ്ണി മുകുന്ദനെ നായകനാക്കി ഹനീഫ് അദേനിയാണ് മാർക്കോ സംവിധാനം ചെയ്തിരിക്കുന്നത്. എ സർട്ടിഫിക്കറ്റോടെയാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിലെത്തിയത്. കുടുംബ പ്രേക്ഷകരെയോ കുട്ടികളെയോ ലക്ഷ്യമിടുന്നതല്ല ഈ ചിത്രമെന്ന് ഉണ്ണി മുകുന്ദൻ ഒരാളുടെ തല വെട്ടിക്കൊണ്ട് പുറത്തു വരുന്ന ആദ്യ ട്രെയിലറിൽ നിന്ന് തന്നെ പ്രേക്ഷകർ മനസ്സിലാക്കിയിരുന്നു. ഇത്തരത്തിലുള്ള വയലൻസും ആക്ഷനും ഇഷ്ടപ്പെടാത്തവർ ഈ സിനിമ ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നാൽ ഈ ചിത്രത്തിന്റെ അണിയറ ശില്പികൾക്ക് അവർ ലക്ഷ്യമിട്ട പ്രേക്ഷകരോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. മലയാളത്തിൽ ഇന്നുവരെ പുറത്തിറങ്ങിയതിൽ വെച്ച് ഏറ്റവും വയലൻസ് ഉള്ള ചിത്രമാണ് മാർക്കോ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രതികാരത്തിന്റെയും രക്തച്ചൊരിച്ചിലിന്റെയും ലോകത്തേക്കാണ് ഹനീഫ് അദേനി പ്രേക്ഷകരെ തുടക്കം മുതൽ തന്നെ കൊണ്ടുപോകുന്നത്. ഓരോ സീൻ കഴിയുമ്പോഴും ഇതിലും വലിയതൊന്നും ഇനി വരാനില്ലെന്ന് ചിന്തിച്ചിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അതിലും വയലന്റായ സീനുകൾ എത്തുന്നതായിരുന്നു മാർക്കോയുടെ തിയേറ്റർ അനുഭവം. ഇതിൽ കാണിച്ചിരിക്കുന്ന പല രീതിയിലുള്ള കൊലപാതകങ്ങൾ കണ്ടാൽ ഹൃദയമിടിപ്പ് നിന്നു പോകും. ആസിഡിൽ മുക്കിക്കൊല്ലുന്നു, കൈവെട്ടി സ്യൂട്ട് കേസിൽ അയക്കുന്നു, തല വെട്ടിയെടുക്കുന്നു, കത്തികൊണ്ട് ശരീരം മുഴുവൻ കീറി കെട്ടിത്തൂക്കുന്നു, വായ വലിച്ചു കീറി പൊട്ടിച്ചു കൊല്ലുന്നു, ഗർഭിണിയുടെ വയറിന് ചവിട്ടി കുട്ടിയെ വലിച്ചെടുക്കുന്നു, പോരാഞ്ഞിട്ട് ഹൃദയം പിഴുതെടുക്കുന്ന, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഭീകര രംഗങ്ങൾ വരെ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടാട്ട് ജോർജ് അഭിനയിച്ച സിദ്ദീഖ് എന്ന സ്വർണ്ണക്കടത്ത് സംഘത്തിലെ പ്രധാനിയുടെ അനിയനായ കാഴ്ച വൈകല്യമുള്ള വിക്ടർ കൊല്ലപ്പെടുന്നു. അതിനു പിന്നിൽ സിൻഡിക്കേറ്റിലെ തന്നെ ചിലരാണെന്നറിഞ്ഞാണ് ജോർജിന്റെ കുടുംബത്തിലെ വളർത്തു സഹോദരനായ മാർക്കോ രംഗപ്രവേശനം ചെയ്യുന്നത്. തന്റെ പ്രിയപ്പെട്ടവനായ വിക്ടറിനെ കൊന്നവരെയെല്ലാം തീർക്കുമെന്ന് മാർക്കോ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ഈ പ്രതികാര കഥയാണ് സിനിമയുടെ ഇതിവൃത്തം. പതിവ് സിനിമകളിലേതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകലും വിലപേശലുമൊക്കെ മാർക്കോയിലുമുണ്ട്. പല ഭാഗങ്ങളിലും സ്ക്രിപ്റ്റിലെ അപാകത സംവിധായകൻ മറികടക്കുന്നത് സ്റ്റൈലിഷ് മേക്കിങ്ങിലൂടെയാണ്. ചന്ദ്രു സെൽവരാജിന്റെ ഛായാഗ്രഹണവും ഏറെ പ്രശംസനീയം തന്നെ. KGF സംഗീത സംവിധായകൻ രവി ബസൂറിന്റെ പശ്ചാത്തല സംഗീതവും കൂടിച്ചേരുമ്പോൾ പല രംഗങ്ങളും പ്രേക്ഷകരെ ഒന്നടങ്കം ത്രില്ലടിപ്പിക്കുകയാണെന്ന് പറയാം. മാളികപ്പുറം എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം സൽഗുണ സമ്പന്നനായ ദൈവിക ഭാവമുള്ള നായകൻ എന്ന ഇമേജിൽ നിന്ന് കുതറിച്ചാടി മറ്റൊരു ഭാവത്തിലേക്ക് മാറുന്ന ഉണ്ണി മുകുന്ദനെയാണ് നമ്മൾ മാർക്കോയിൽ കാണുന്നത്. ഉണ്ണി മുകുന്ദൻ ശാരീരികമായും മാനസികമായും നന്നായിട്ട് ഈ ചിത്രത്തിനു വേണ്ടി അധ്വാനിച്ചിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ചുരുട്ട് വലിച്ചുകൊണ്ടുള്ള മാർക്കോയുടെ എൻട്രിയിൽ തന്നെയുണ്ട് പ്രേക്ഷകരെ ആകർഷിക്കുന്ന വല്ലാത്തൊരു സൗന്ദര്യം. നടൻ ജഗദീഷും പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് തന്നെ പറയാം. തന്റെ കരിയറിൽ ജഗദീഷ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായ കഥാപാത്രമാണ് ഈ സിനിമയിലെ ടോണി എന്ന വില്ലൻ കഥാപാത്രം. അടുത്ത കാലത്തായി തനിക്ക് വെല്ലുവിളി ഉയർത്തുന്ന മികച്ച കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതി മാർക്കോയിലും ജഗദീഷ് പിന്തുടർന്നിട്ടുണ്ട്. തനിക്ക് ലഭിച്ച പ്രതിനായക വേഷം ഈ നടൻ ഗംഭീരമാക്കിയിട്ടുണ്ട്. സിദ്ദീഖിന്റെ റോളും പതിവ് പോലെ മികച്ചതാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ചെറുതും വലുതുമായ മറ്റു വേഷങ്ങൾ ചെയ്തവരും തങ്ങളുടെ വേഷങ്ങൾ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. നല്ല ചിത്രമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുമ്പോഴും സ്ക്രിപ്റ്റിന്റെ ദൗർലഭ്യം എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കുറച്ചുകൂടി ശക്തമായ തിരക്കഥയായിരുന്നു ഈ ചിത്രത്തിന് വേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ സാമാന്യ യുക്തിക്ക് യോജിച്ച കാര്യങ്ങളല്ല ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുക. പല രംഗങ്ങളിലും സാമാന്യ ബോധം എന്നത് ചിത്രത്തിന് നഷ്ടമാകുന്നുണ്ട്. പോലീസും കോടതിയും നിയമവാഴ്ചയും ഒന്നുമില്ലാത്ത ഏതോ ആഫ്രിക്കൻ രാജ്യത്താണ് കഥ നടക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്നതും തിരക്കഥയുടെ ദൗർലഭ്യം തന്നെയാണ്. അനുകൂലവും പ്രതികൂലവുമായി നിരവധി പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും മാർക്കോ ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റാകുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്.